അങ്ങനെ ആ ഒരു ഭയങ്കര ബഹളം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി. കൺഫ്യൂഷനായിരുന്നു. ചേട്ടാ എന്താ ഇനി സംഭവിക്കാൻ പോവുക, അടുത്താരായിരുന്നു. പക്ഷെ നമ്മളിത് എക്സ്പെക്ട് ചെയ്ത ആൾക്കാരാണ് പുറത്ത് പോയിരിക്കുന്നത്. മസ്താനി പോകുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മസ്താനിക്ക് രണ്ട് വീക്കിലേക്കുള്ള ഒരു പണിഷ്മെൻറ്റ് മാത്രമാണ് കൊടുത്തത്. ബിക്കോസ് ഷീസ് എ ഗുഡ് പ്ലെയർ. പിന്നെ പ്രേമോയിൽ കാണിച്ച കണക്കൊന്നും കണ്ടില്ല കേട്ടോ. അതെന്താ അങ്ങനെയെന്ന് മനസ്സിലായില്ല. മോഹൻലാൽ ആളുകളെ പിടിച്ചെടുത്താൻ വേണ്ടി മസ്താനി ഉരുട്ടൊന്നുമില്ല. മസ്താനി അത്യാവശ്യം ഗുഡ് പ്ലെയറാണ്. മസ്താനിയും ലക്ഷ്മിയും സ്ട്രോങ് ആണ്. അവരുടെ അടുത്ത് കളിച്ച ആ ലാലു അണ്ണന് 5-6 കിട്ടാനാണ് ചാൻസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും സൂപ്പറായിരുന്നു. അത്യാവശ്യം ബോറടി ഉണ്ടായിരുന്നു എങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ, കണ്ടിരിക്കാം. 50-50. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. മോഹൻലാൽ മമ്മൂട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ് മമ്മൂട്ടിക്ക്. ഞാനും എൻ്റെ വകയായിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ കേട്ടിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. സന്തോഷപരമായി പ്രേം നസീറിന് സംഭവിച്ചതുപോലൊന്നും സംഭവിക്കാതെ സ്വസ്ഥമായി സുഖമായി ഒരുപാട് കാലം നമുക്കിടയിൽ ജീവിക്കട്ടെ. പല്ലാണ്ട് വാഴ നൽവാഴ്ത്തുക്കൾ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂട്ടി. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാം. ആകെ മൊത്തം വസൽ ക്ലീനിങ്ങും വസൽ ക്യാപ്റ്റൻസി ഇത് തന്നെ. നിങ്ങൾക്ക് വേറെ എന്തൊരു പരിപാടി? എല്ലാം കൊള്ളാം, എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അക്ബറിൻ്റെ കുൽസിതമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടത്. പക്ഷെ അക്ബറിന് അത് മനസ്സിലായിട്ടില്ല. ഒരു ധാർഷ്ട്യമുണ്ട്. ആരൊക്കെ പറഞ്ഞിരുന്നു അക്ബർ അതിനകത്തുള്ള ഏതോ ഒരു പ്രൊഡ്യൂസറോ അങ്ങനെ ആരുടെ ഒരു ബന്ധുവാണെന്ന്. അതുകൊണ്ടാണ് ഇത്രയും അഹങ്കാരമാണെന്ന് തോന്നിയതല്ല കേട്ടോ, ശരിയാണെന്ന് തോന്നണം. ആരെന്ത് പറഞ്ഞാലും തഡൊക്കെ മുണ്ടൊക്കെ പറച്ചില്ല. മാത്രമല്ല മോഹൻലാലിന് വേണ്ടിയിട്ട് മോഹൻലാൽ പറയുന്നതിനൊക്കെ ഒരു വലിയ കൺസേൺ കൊടുക്കുന്നില്ല. തെറിവിളി അവൻ്റെ മുഖഭാവമാണ്, എന്നാലും അവ അത് കൊടുക്കുന്നില്ല. ഏതായാലും ജിഷേലിനെ കൊണ്ട് ഒരു ഐ ലവ് യു പറയിക്കാൻ ശ്രമം വീണ്ടും നടത്തുന്നുണ്ട്. അതായത് അനീഷിൻ്റെ കൂടെ ഒരു സ്നേഹം ഒന്ന് കാണിച്ചുകൂടെ എന്ന്. അതൊരു ചെല്ലമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം അനുമോളുടെ കേസ് അവന്മാർക്കൊക്കെ കാമപ്രാന്തും ഇവള് കണ്ണാൻ തിമ്പി പാഞ്ഞാമ എന്ന് പറഞ്ഞത് ഒരു ചെല്ലമായിട്ടുമാണ് എടുക്കുന്നത്. അല്ലേലും ബ്രോക്കർ ലാലു എണ്ണ ഇതിൻ്റെ അപ്പുറം പറഞ്ഞില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. അമ്മ അതിരി പരിപാടിയാണ്. അപാര തൊലി കെട്ടി പ്രോഗ്രസീവ് തോട്ടാണ് കേട്ടോ. ഒരു മനുഷ്യന് താല്പര്യമില്ല ഒരു അറകൊലയെന്ന് പറഞ്ഞാൽ അവളെ നീക്കി നിർത്തുന്നതിന് പകരം അവളെ എടുത്ത് മടിയിലോട്ട് വെച്ചോ എന്ന് പറയുന്ന പ്രോഗ്രസീവ് അണ്ണൻ ലാലു. അത്രേ എനിക്ക് അതിനകത്ത് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ കെന്നാൻ തുമ്പി പാട്ട് പാടുമ്പോഴും ദ പ്രസന്റ് സിറ്റുവേഷനിലും അനീഷ് പറയുന്നുണ്ട്, വേണ്ടടി എനിക്ക് നിന്നെ വേണ്ട കണ്ണാൻ തുമ്പി പോരില്ല, നീ നിന്റെ ജോലി നോക്കി പാടി കൂറയെന്ന്. ഏതായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് എന്തായിരുന്നു? നാൽക്കവല കണ്ടന്റ് പറയുന്ന അത്യാവശ്യം റോങ് ലാംഗ്വേജ് ഉപയോഗിക്കുന്ന, അങ്ങനെയല്ലേ പറഞ്ഞത്, അതിനെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന മോശപ്പെട്ട ക്യാരക്ടറുള്ള വൃത്തികെട്ട ക്യാരക്ടറുള്ള അക്ബറിനെ ഒരു കാരണവശാലും ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നുവെന്നും ആ തീരുമാനം വളരെ ഗ്രേറ്റ് ആയിരുന്നെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പറഞ്ഞ ലക്ഷ്മിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഞാനങ്ങ് കൊടുത്തു. സൂപ്പറായിരുന്നു കേട്ടോ. അത് കറക്റ്റാണ് അവർ പറഞ്ഞത്. നാൽക്കവലയിലെ വർത്തമാനം അത് ആപ്റ്റാണ്. അവൻ ചന്തയാണ്, നാൽക്കവലയിൽ നിന്ന് ഇരിക്കുന്നവനല്ല, വെറും ചന്ത വർത്തമാനമാണ് അക്ബറിനേക്ക്. അക്ബർ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ലക്ഷ്മിയെ. വരും ദിവസങ്ങളിൽ ലക്ഷ്മിയെ അവൻ തൂക്കും. അതിനകത്തൊരു തർക്കവും വേണ്ട. ലക്ഷ്മി കിട്ടവൻ പണിയും. അവൻ അങ്ങനെയാണ്. അവനെ എതിർത്ത് ആര് പറഞ്ഞാലും അവൻ വിടത്തില്ല. സ്ത്രീ വിരുദ്ധനാണ്, വെറും സ്ത്രീ വിരുദ്ധനായ ഒരു വൃത്തികെട്ട ജന്മം. അതാണ് എനിക്ക് അക്ബറിനെ മനസ്സിലായത്. ലാസ്റ്റ് പോർഷനിൽ ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട്, അതെനിക്ക് ആപ്റ്റായിട്ട് തോന്നി. ആദ്യമെല്ലാം ഷാനവാസിന് ഇത്രയും ദിവസം കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത്രയും ദിവസം അവിടെ ഉണ്ടാകും എന്നല്ലേ അതിൻ്റെ അർത്ഥം. എവിക്ഷനിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു നമ്പർ ഇട്ടെടുക്കുന്നത് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷാനവാസ് ഔട്ടാകും എന്നതിനപ്പുറം ഈ നേർക്കുനേരുള്ള ഫൈറ്റും കുറച്ചധികം തീവ്രത കൂടിയ ഫയറിങ്ങും ഒക്കെ ഷാനവാസിന് ഒഴിഞ്ഞു കിട്ടും. ഷാനവാസ് മാറിയിരിക്കുന്നതാണ് നല്ലത്. രണാ ഫാത്തിമയും അങ്ങനെ തന്നെ സേവ്ഡാണ്, അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ബാക്കി അക്ബർ പ്രസന്റിൽ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. ഗുണ്ട ടീം അംഗങ്ങൾ നന്നായിട്ട് യാത്ര അയക്കുന്നുമുണ്ട് ആരെ ശൈത്യയും. ആകെ മൊത്തം അവരുടെ ആ ടീം വർക്കും ആ ടീം സ്പിരിറ്റും ഒക്കെ നമുക്ക് കാണാം. ഈ അപ്പാനി ശരത്ത് പോയതിൻ്റെ വലിയ വിഷമമൊന്നും അവിടെ കാണിക്കുന്നില്ല. പക്ഷെ അനുമോള് നന്നായി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാനിക്ക് അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പാനി പുറത്തേക്ക് പോയി എന്ന് കേട്ടപ്പോൾ അനുമോൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അനുമോൾ കരഞ്ഞു. അത് നിസ്സഹായ അവസ്ഥയാണ്. അവർക്കാർക്കും അവളെ മനസ്സിലാകുന്നില്ല. അവർക്ക് എല്ലാവരെയും മനസ്സിലാകുന്നുണ്ട്. നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു അനുമോൾ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ അക്ബറിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. വല്ലാത്തൊരു വിട്ടി കുശ്മാണ്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്ന അക്ബറാണ്. പിന്നെ രേണു സുധിക്ക് വേണ്ടി അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ അത്, അവർ വിധവാ കാർഡ് ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മസ്താനി എല്ലാവരോടും ഇട്ട് പൊരിക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് മസ്താനിക്കിട്ട് തട്ടാൻ വേണ്ടിയിട്ട് രേണുവിന് വേണ്ടി സംസാരിക്കുകയാണ്.
ആ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായിട്ട് രേണുവിനെ ഏറ്റവും മോശമായ രീതിയിൽ പൊതുസമൂഹത്തിൽ അവഹേളനപരമായ ഒരു പരാമർശം നടത്തിയ വൃത്തികെട്ടവനാണ് രേണു ചേച്ചി. അങ്ങനെയല്ലെന്ന്, രേണു ചേച്ചി അങ്ങനെയല്ലെന്ന് നിനക്കല്ല ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു, നീ പിന്നെ എന്തിനാടാ പറഞ്ഞത് സെപ്റ്റിക് ടാങ്ക് എന്ന്? വേറെ ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ട്? അവൻ്റെ വീട്ടിലെ സംസ്കാരമാണത്. പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്കും അവന് സെപ്റ്റിക് ടാങ്ക് എന്നും കക്കൂസ് എന്നൊക്കെ പറയേണ്ട ഇത് വരുന്നത്. കക്കൂസ് ടീം എന്തൊക്കെയാണ് ഇവറ്റുകൾ പറയുന്നത്? ആകെ മൊത്തം ഇവരുടെ ലാംഗ്വേജ് കുറയ്ക്കണം, മാറ്റണം എന്നുള്ളത് എല്ലാവരും കർശനമായി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതാരും അതിൻ്റെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അവരത് മുഖവിലയ്ക്ക് എടുക്കാത്തിടത്തോളം നമ്മളും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. നമ്മളും പറയും ആ മോശം വേർഡുകൾ എന്നുള്ളതാണ്. തെറി വിളിക്കരുതെന്ന് ആദില നൂറയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. നൂറ് ആദിലയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ആദിലേക്ക് കുറച്ച് ഓവറാണ്, നീൻ്റെ വീട്ടിൽ പോയി പറ, പോടാ, മറ്റേ ന്യൂട്ടോറിയസ് റെഡിക്കുലസ് ബുഡിക്കുലസ് ഇമാതിരി തെറിയാണ് ആ പെണ്ണ്. ഇംഗ്ലീഷിൽ തെറി വിളിച്ചാൽ കുഴപ്പമില്ലെന്നാണ് അവളെ വിചാരം. മസ്താനി അങ്ങനെ തന്നെ കേട്ടോ, ഒട്ടും മോശമല്ല, തെറിക്ക് ഒട്ടും മോശമല്ല. പിന്നെ ഇംഗ്ലീഷ് തെറിയാകുമ്പോൾ വലിയ ഫീൽ ചെയ്യത്തില്ല, മലയാളത്തിൽ തെറിയാകുമ്പോഴാണല്ലോ പ്രശ്നം. വളരെ മോശം ലാംഗ്വേജാണ് അതിനകത്തുള്ളവർ ഉപയോഗിക്കുന്നത്. ചന്തയാണ് മൊത്തം ചന്തകൾ നിറഞ്ഞ ഇതാണ്. ഒരാളെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് മോഹൻലാൽ പറയുന്നുണ്ട്. ആൻഡ് അനുമോള നന്നായിട്ട് പറഞ്ഞതിൽ മോഹൻലാൽ നല്ല റിഗ്രഷൻ ഉണ്ട്. മോഹൻലാൽ അനുമോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവള് ദേഷ്യമോ പിണക്കവോ ഒന്നും കാണിക്കാതെ തൻ്റെ പ്രതിഷേധം മുഖത്തുകൂടെ കാണിക്കുന്നുണ്ട് അനുമോൾ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിരുന്നു. എഴുന്നേറ്റ് നിന്നിട്ട് എന്താ ലാലേട്ടാ, ചോദിച്ചു ലാലേട്ടാ, ഇവിടെയെങ്കിലും അല്ലേ? ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പോവാൻ. അതായത് ഇങ്ങനെ ഊക്കാമെന്നും നമുക്ക് അനുമോള് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ വേണം ഊക്കാൻ എന്നുള്ളത്. ശൈത്യയും കൊണ്ട് നമ്മുടെ കൺവെൻഷൻ റൂമിൽ പോയിരുന്ന് സംസാരിക്കാൻ പറയുമ്പോൾ ശൈത്യയുടെ അടുത്ത് കാര്യം പറയുമ്പോഴും തർക്കബുദ്ധിയോടുകൂടി തന്നെ അനുമോൾ സംസാരിക്കുന്നു. അനുമോൾ ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല. ശൈത്യ പക്ഷേ താൻ എന്തോ സംഭവമാണെന്നൊരു തോന്നലിലാണ് മോങ്ങി കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് വരുന്നത്. വെളിയിൽ വന്ന് നിന്നിട്ട് ഇവർ കെട്ടിപ്പിടിച്ചൊരു വർത്തമാനം പറയുന്നുണ്ട്. അതിനകത്ത് ശൈത്യക്കുള്ള മറുപടി അനുമോൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നീ എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, ഒരാളുമില്ലാതെ തനിച്ച് നിൽക്കാൻ നീ എന്നെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ അത്രത്തോളം വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസ്യത നീ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, നീ പിന്നിൽ നിന്ന് കുത്തിയ വൃത്തികെട്ടവളാണെന്ന് പറയാതെ പറയുകയാണ് അനുമോള് ചെയ്തത്. ശൈത്യ ഒരു കാരണവശാലും ഒരു രീതിയിലുമുള്ള ഒരു സഹാനുഭൂതിയും അർഹിക്കുന്നവളല്ല. അവൾ ചെയ്ത ചെയ്ത്തുകളുടെ ഒരു ചെറിയ പ്രൊമോ ഇട്ട് കാണിച്ചിട്ട് മോഹൻലാൽ അവളോട് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ വീണ്ടും എടുത്ത് ചോദിക്കുന്നു എന്തെങ്കിലും പറയാൻ. എവിടാ, അവൾക്കതൊന്നും ഓർമ്മയില്ല. നീ വീട്ടിൽ പോയിരിക്കുമ്പോൾ അമ്മയും മോളും കൂടെ ഇരുന്ന് കിട്ടിയത് കുറഞ്ഞു പോയി എന്നിരുന്ന് കരയണം. അമ്മയ്ക്കും മോക്കും അതാണല്ലോ പരിപാടി. കിട്ടിയത് കുറഞ്ഞു പോയി എന്ന് നല്ല ആറ്റം ബോംബ് സാധനങ്ങൾ ആളുകൾ തന്നിട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ശൈത്യയുടെ നല്ല സ്വഭാവത്തിനെ കുറിച്ച് വാഴ്ത്തിപ്പാടി അവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറേയധികം ഫ്രണ്ട്സിനെ കിട്ടി ഒരെണ്ണമാണെങ്കിലും അത് സൂപ്പറായിരിക്കണം. അവിടെ നല്ലൊരു സൗഹൃദത്തിനാണ് നീ വേണ്ടാന്ന് വെച്ചത്. നീ അവിടെ ഇനിയും നിന്നിട്ടുണ്ടാവും, 100 ദിവസവും നിന്നിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ കൈയിരിപ്പ് ഒന്നുകൊണ്ട് മാത്രം. നമുക്ക് കളിക്കാം, പ്ലേ ഓക്കെയാണ്. പക്ഷെ കൂടെ നിന്ന ചങ്ങാതിയെ ചതിച്ച് അപ്പുറത്തെ സൈഡിൽ പോയിരുന്നുകൊണ്ട് വായ്ത്താളം പറഞ്ഞാൽ ഗ്രേറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന എല്ലാ നാറികൾക്കുമുള്ള മറുപടിയാണ് ശൈത്യയ്ക്ക് പുറത്തേക്ക് വരാനുള്ള വഴി തുറന്നു കൊടുത്ത പൊതുസമൂഹം അവർക്ക് കാണിച്ചു കൊടുത്തത്. ശൈത്യ പിണങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇവൾ പറഞ്ഞതുപോലെ അനുമോളുമായിട്ട് പിണങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അവൾക്ക് വിഷമമായി പിണങ്ങാം. പക്ഷെ നീ ഒരിക്കലും എൻ്റെ ഫ്രണ്ടല്ല. രണ്ടാമത് പറയുന്നു നീ ഇനി എൻ്റെ ഫ്രണ്ടെന്ന് പറയരുത്. മൂന്നാമത് പറയുന്നു ഇവൾ എൻ്റെ സുഹൃത്തല്ല. ഇനി നാലാമത് നീ എൻ്റെ ജീവിതത്തിൽ ഇനി ഇല്ല. അഞ്ചാമത് എന്താടി കൺവെൻഷൻ റൂമിൽ നിന്ന് വാങ്ങണേ? അതെന്തിനാ? നീ ഒരിക്കലും അവളുമായിട്ട് സൗഹൃദത്തിൽ പോകരുതെന്നുള്ളതാണ്. ഈ ശൈത്യ എന്ന പെണ്ണ് കാരണം പൊതുസമൂഹത്തിന് മനസ്സിലായ ഒരു കാര്യം, അത് അനുമോൾ മാത്രം പറയുന്നില്ല, ഞാനും പറയുന്ന ഒരു കാര്യമാണ്. സൗഹൃദങ്ങളുടെ വാല്യൂ അറിയാത്ത ഇത്തരത്തിലുള്ള വൃത്തികെട്ട നീച ജന്മങ്ങൾക്ക് ഒരു സ്പേസ് എപ്പോഴും ഇട്ടേക്കുക. ഇറങ്ങി പോടി എന്ന് പറഞ്ഞേക്കാം. പൊയ്ക്കോണം. നമ്മുടെ ലൈഫിലോ നമ്മുടെ ഏതെങ്കിലും ഒരു മൂലയിലോ പോലും സൗഹൃദത്തിന് പോലും എടുക്കാൻ കൊള്ളാത്ത സാധനമാണ് ശൈത്യ എന്ന് പറയും. അത്രത്തോളം വൃത്തികെട്ട പെണ്ണാണത്. എന്ത് മാത്രമാണ് ആ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞത്? അവന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞത്. അതെന്ത് പരാജിതയായെന്നറിയാമോ ആ ഒരൊറ്റ വാക്കിൽ? ശൈത്യ പുറത്ത് വന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ല നീ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കും. ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ മാപ്പ് പറയണടി അനുമോളെടുത്ത്. നീ അത്രത്തോളം ആ പെൺകുട്ടിയുടെ ലൈഫ് വെച്ചാണ് കളിച്ചത്. അവൾക്ക് ക്രഷോ ആ നാറിയോടോ? അവൾ അന്നും ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യം അവൻ കുഞ്ഞാണെന്നാണ്. വയസ്സിന് മൂത്തവരെ പ്രേമിക്കാൻ നടക്കുന്ന വൃത്തികെട്ടവൻ എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ആ പെൺകുട്ടി അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് ആ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശൈത്യ കാണിച്ച ത്വരയുണ്ടല്ലോ, അതിനകത്തുണ്ടെല്ലാം. പുറത്തുനിന്ന് വന്നവർ കൃത്യമായി പറഞ്ഞു അനുമോൾക്കാണ് സപ്പോർട്ട് എന്നുള്ളത്. അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെന്താണ് പെട്ടെന്നൊരു മാറ്റം? എവളെ താങ്ങി തടിക്ക് എവളെയും തൂക്കിക്കൊണ്ട് നടക്കണമായിരുന്നു. തനിക്ക് സപ്പോർട്ട് പുറത്തുനിന്നുണ്ട്. താൻ ഇനി ആർക്കൊപ്പം നിൽക്കേണ്ട കാര്യമില്ല, ഇൻഡിപെൻഡൻ്റായി കളിച്ചാൽ മതി എന്നൊരു തീരുമാനം അവളെടുത്തതിൽ എന്താ തെറ്റ്? അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു വ്യക്തി അവിടെ ഇല്ലേ? അനീഷ്
ഒരാളെ സൗഹൃദത്തിൽ നിന്ന് നിർത്തുന്നില്ലല്ലോ. എന്നാൽ എല്ലാവരോടും ഇഷ്ടമുണ്ട് താനും. അത്യാവശ്യം പറയേണ്ടടുത്ത് പറയുന്നുണ്ട്. അതല്ലേ യഥാർത്ഥ പ്ലേ. അല്ലാതെ ഇന്നലെ കണ്ട ഇവരെയൊക്കെയാണോ ഇനി വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാൻ പോകുന്നത്? തനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു ചെറിയ ബോധമെങ്കിലും ശൈത്യയ്ക്ക് വേണ്ടേ? ശൈത്യ ചെയ്തതിൻ്റെ ഡെപ്ത് എന്താണെന്ന് ഒരു ദിവസം മുഴുക്ക പറഞ്ഞാലും തീരത്തില്ല. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ശൈത്യ പുറത്ത് പോയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സത്യമായിട്ട് ആ പെണ്ണ് അതിനകത്തുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ തന്നെ ഇമേജ് ഡാമേജ് ചെയ്യും എന്നതിനപ്പുറം പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ജിസേലിൻ്റെ പരാതി കണ്ടെത്തുന്ന ലാലേട്ടൻ്റെ സ്വന്തം കുഞ്ഞാവയാണെന്ന്. കുണുവാവ കംപ്ലൈൻറ്റോ ലാലേറ്റ എന്നെ ഇങ്ങനെ പറഞ്ഞു, ലാലേറ്റ എന്നെ അങ്ങനെ പറഞ്ഞു, ലാലേറ്റ എനിക്ക് അങ്ങനെ പറ്റി, ലാലേറ്റ എന്നെ ഇങ്ങനെ പറഞ്ഞു, അത് ഇങ്ങനെയാണോ ലാലേറ്റ, ഇങ്ങനെയാണ് ഭയങ്കര ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് ലാലേറ്റ, എന്നെ അങ്ങനെ പറഞ്ഞു ലാലേറ്റ. ആരടി നീ നാറിച്ചി? ഇവളെ എന്താ പറയണ്ടെന്ന് അറിയാമോ? പക്ഷെ അതിന് പൂർണ്ണമായും അവളെ ഉത്തരം പറയാൻ ഒക്കത്തില്ല. ലാലേട്ടൻ്റെ കയ്യിലുമുണ്ട്. അത്യാവശ്യം അവളെ സൂപ്പിയിലാണ് പരിപാടി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇവളുടെ പഴയ പടമൊക്കെ എടുത്ത് വെച്ച് കാണുമെന്ന് തോന്നുന്നു. മൊത്തം പടമാണ്. അരയും കുറയും ജെട്ടിയും പാടിയൊക്കെ ഇട്ടുകൊണ്ടുള്ള ചിത്രങ്ങളാണ് നെറ്റിൽ മുഴുക കിടക്കുന്നത്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോൾ ഇങ്ങേർക്ക് അവളെ ഫേസ് ടു ഫേസ് കാണുമ്പോൾ ഒന്നും മിണ്ടാമേ അണ്ണാക്കി പിരിവെട്ടി നിപ്പങ്ങാണ്ടാണ് ലാലുവിനെ. അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലപോലെ പറഞ്ഞാണ്. ഇത് സൽമാൻ ഖാനായിരുന്നു എടുത്ത് ഉടുത്ത് കലക്കി തേച്ചങ്ങ് കളഞ്ഞേനായിരുന്നു. അങ്ങനെ കളഞ്ഞുവല്ലോ അങ്ങേര്. എടുത്ത് തൂരെ എറിഞ്ഞല്ലേ അവിടെ നിർത്താൻ കൊള്ളാത്ത ആളാണെന്നും കുത്തിത്തിരിപ്പിൻ്റെ ആശാട്ടിയാണെന്നും മനസ്സിലായിട്ടല്ലോ അവിടെ നിന്ന് തൂരെ കളഞ്ഞത്. എന്നാൽ പിന്നെ അവിടെ കിട്ടാത്തത് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. എന്തായാലും മോഹൻലാലിന് നല്ല ഏര, അത്ര തന്നെ എനിക്ക് അതിനകത്ത് തോന്നില്ല. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ലക്ഷ്മിയാണ് അവളുടെ ടാർഗറ്റ്. അനുമോള് കഴിഞ്ഞാൽ പിന്നെ ആഫൂസിൽ അടുത്ത ടാർഗറ്റ് ജിസേലിൻ്റെ ടാർഗറ്റ് ലക്ഷ്മി ആവാനുള്ള കാരണം ജിഷേൽ ഒരു നല്ല രീതിയിലുള്ള ക്രൂക്കഡ് പ്ലെയറാണ്. അവർക്ക് നന്നായിട്ട് മനസ്സിലായി സ്ത്രീകളിൽ അടുത്ത ശക്തിയായി വരാൻ സാധ്യതയുള്ളത് ലക്ഷ്മിയാണ്. ബാക്കി എല്ലാം വേസ്റ്റാണ്. ഇനി വരുന്നതിൽ ലക്ഷ്മി, മസ്താനി, അനുമോൾ, ഈ 3 പേരാണ് അവിടെ സ്ട്രോങ്. ബാക്കിയൊക്കെ പോക്ക് കേസാണ്. ആദില കുറച്ച് സ്ട്രോങ് ആയി വന്നതായിരുന്നു. പക്ഷെ ആദില ക്രൂക്കഡാണ്. ആദിലയുടെ ആ ക്രൂക്കഡിസം പുറത്തേക്ക് വരുന്നുണ്ട്. നൂറ സൊൽബുദ്ധിയാണ്. വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അവർ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയി കളിക്കുകയും ചെയ്യും. അതിലൊരാൾ പിരിഞ്ഞു പോയാലും മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകത്തില്ല. ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, ദേ ആർ വെരി സ്ട്രോങ്. അവർ തനിച്ച് തന്നെ കളിക്കും. പക്ഷെ കളിക്കാനുള്ള എലമെൻറ്റ്സ് അവരുടെ കയ്യിലില്ല. കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ നൂറ നിൽക്കുന്നുണ്ടെങ്കിലും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആരെന്ന് വെച്ചാൽ ലക്ഷ്മി, അനുമോൾ എന്ന് ഞാൻ പറയും. ഇവർ രണ്ടുപേരും സൂപ്പർ സ്ട്രോങ് ആണ്. മസ്താനി ആ ലെവലിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് അതില്ല. അപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ടത് അവരെയാണെന്ന് ജിസേലിന് ബോധ്യം വന്നു. അവരാണ് പുറത്തു പോകേണ്ടതെന്നുള്ളതുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നു. അതായത് ഇരവാദമാണ് ജിസേൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അത് ജയിക്കുമോ ഇല്ലെന്ന് കണ്ടറിയണം. പിന്നെ ആദിലയിലെ കട്ടപ്പ ഉണർന്നു വരുന്നുണ്ട്. അത് കാണാം, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ആദില എന്ന കട്ടപ്പയുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കാണാൻ തന്നെ സാധിക്കും. പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു പുകഴ്ത്തലുണ്ടല്ലോ. ആഹാരം കൊടുത്ത സമയത്ത് പിന്നെ ജിസേൽ നന്നായിട്ട് കൊടുത്തു, ജിസേൽ നല്ലതുപോലെ ചെയ്തു. അനുമോളെ നീ ചെയ്തത് ശരിയല്ല, എല്ലാത്തിനും അനുമോളിനെ കയറി പിടിക്കുന്നുണ്ട് മോഹൻലാൽ. അതെന്തിനാണെന്നറിയാമോ? അനുമോളെ ഒന്ന് കുറ്റപ്പെടുത്തണം. ആ കുറ്റപ്പെടുത്തൽ അതിനകത്തുള്ളവരിലേക്ക് എത്തിക്കണം. അതിനകത്തുള്ളവരിലേക്ക് ഈ കുറ്റപ്പെടുത്തൽ എത്തിക്കുമ്പോൾ കിട്ടുന്ന ലാഭം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് പുറത്ത് വലിയ അക്സെപ്റ്റൻസ് ഇല്ല എന്ന ഒരു തോന്നലുണ്ടാക്കി കൊടുക്കാനാണ്. ദ സെയിം ടാക്ടിക്സ് ആണ് ലക്ഷ്മിയുള്ളൂ. ആക്ച്വലി ലക്ഷ്മിക്ക് പുറത്ത് നല്ല അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ ലക്ഷ്മി, മസ്താനി, അനുമോൾ ഇവരെ 3 പേരെയാണ് എടുത്തു ഉടയ്ക്കുന്നത്. അതിനകത്തുള്ള മന്ദബുദ്ധികൾക്ക് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. പുറത്ത് അക്സെപ്റ്റൻസ് കൂടുതലുള്ളവർക്കാണ് അതിനകത്ത് ഇടി കിട്ടുന്നത്. അല്ലാത്തവർ അയാൾ മൈൽഡായിട്ടേ തട്ടുള്ളൂ. കാരണം അവർ കൂടുതൽ അതിനകത്ത് കിടന്ന് ക്രൂക്കഡിസം കാണിച്ചാൽ മാത്രമേ ഇവർക്ക് കണ്ടന്റ് ഉള്ളൂ. ഏകദേശം പിടി കിട്ടിയില്ലേ? പിക്ചർ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു എപ്പിസോഡ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് വിവരങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയത് മനഃപൂർവ്വമാണ്. പിന്നീട് റിവ്യൂവിൽ കൂടെ പറയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കിതിനകത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്, സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്ന അനീഷ് തന്നെയാണ്. വളരെ മൗനമായി ആപ്റ്റായി നന്നായി പ്ലേ ചെയ്യുന്ന ഒരാൾ. അതിൻ്റെ ഒപ്പം നെവീനെ അവിടെ ഇട്ട് പൊരിച്ച് വാരുന്നുണ്ട്. പക്ഷേ നെവീൻ അതൊക്കെ തകർത്ത് വാരി മുന്നോട്ട് നിൽക്കുന്നുണ്ട്. വലിയ ഫീലിംഗ് ഒന്നുമില്ല. നീയൊക്കെ കുറ്റപ്പെടുത്തിയ പില്ലാണ് എന്ന ഫോമിൽ നിൽക്കുന്ന നെവീനാണ് ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് അവിടെ കളിക്കുന്ന ഒരാൾ. സോ ആകെ മൊത്തത്തിൽ ഇന്ന് ബോറിംഗ് ആണെങ്കിലും ഓക്കെ, ഒരു 50-50 ചാൻസ്. ഇനി ഇതിൽ കൂടുതലൊന്നും അവരെ പണിഷ് ചെയ്യാനില്ല. ആൻഡ് നമുക്കും വലിയ കണ്ടന്റ് പ്രിയമുള്ള ഒന്നും ഇല്ല അവിടെ. രേണു സുധി പുറത്തേക്ക് പോയപ്പോൾ രേണു സുധി വലിയ മഹത്വമുള്ളവളാകുന്ന അക്ബർ പഴയതൊക്കെ മറന്നു പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അക്ബർ ആയിരിക്കും ഇനി അവിടുത്തെ ഏറ്റവും അറഗന്റ് പേഴ്സൺ എന്ന് തോന്നുന്നു. അപ്പാനി ശരത്തോ അക്ബറോ പുറത്തു പോകേണ്ടിയിരുന്നു. പക്ഷേ അപ്പാനി ശരത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കളി കാണാമായിരുന്നു. ഇനി ആരൊക്കെയാണ് എന്തൊക്കെയാണ് ബഹളം വെക്കണേന്ന് അറിയത്തില്ല. സാബുമോൻ ആയിരിക്കും നെക്സ്റ്റ് പോവുക. ഒണിൽ, സാബുമോൻ ഒക്കെ ആയിരിക്കും പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. രണ ഫാത്തിമ കുറച്ചുകൂടെ നിൽക്കട്ടെ. ആ ചീവീട് അവിടെ നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊരു മൂലയിൽ നിന്നോട്ടെ എന്നുള്ളതാണ്. ഇനി അഥവാ അതങ്ങനെ എവിക്ഷൻ ഇതിൽ വന്നാലും നിങ്ങളാരും വോട്ട് ചെയ്യേണ്ട, അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ലെന്നേ.
പുറത്താക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഇത്. വോട്ട് ചെയ്താലല്ല, വോട്ട് ചെയ്യാതിരുന്നാലേ പുറത്താവുന്നത്. അപ്പം അത് നിങ്ങൾ കെയർ ചെയ്യുക, പുറത്ത് വിടണ്ട, അത് അവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം കൂടെ, കൊള്ളാം. പിന്നെ തലയിലൊക്കെ തടവിക്കൊണ്ട് ഷാനവാസ് അവളോടൊരു കെയർ കാണിക്കുന്നുണ്ടല്ലോ, അത് ആദ്യമേ തന്നെ സ്ട്രിക്റ്റായിട്ട് വിലക്കിയ ഒരു സംഗതിയാണ്. ഈ പെങ്ങളൂട്ടി കരച്ചിൽ ഇതൊക്കെ മംനൂനാണെന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ അവന്മാർക്ക് കൊള്ളാം. അവരവരുടെ ലൈഫ് സെറ്റാക്കാനും ജീവിക്കാനുമാണ് നമ്മളവിടെ പോയിട്ടുള്ളത്. അല്ല മറ്റുള്ളവരെ സേഫ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും അവരെ കംഫർട്ടാക്കാനും അല്ല. ഒരു പരിധി വരെ ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ കംഫർട്ട് ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ മുഴുക്ക അത് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല, ആ ഉത്തരവാദിത്തമില്ല. നിങ്ങളവിടെ പോയിട്ടുള്ളൂ എന്നുള്ള സാമാന്യ ബോധമുള്ളവർ ഇതൊന്നും ചെയ്യത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻസ് ഇടണം. കൃത്യമായി പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. അഭിപ്രായത്തിൽ കൂടെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും വേണം. താങ്ക് യു.